ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രമുഖ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം തയ്യാറാക്കിയ ഒരു പ്രസന്റേഷനെക്കുറിച്ച് പറയാം. ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ നീതിയുക്തമായ ഉപഭോഗത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പ്രസന്റേഷൻ. 2070 എഴുതിയ ഒരു കത്തിന്റെ രൂപത്തിലാണിത് തയ്യാറാക്കിയിട്ടുള്ളത്. കത്ത് ഇങ്ങനെ തുടങ്ങുന്നു: ഇത് 2070 ആണ്ടാണ്. എനിക്ക് 50 തികഞ്ഞു. പക്ഷെ എന്നെ കണ്ടാൽ 85 വയസ്സെങ്കിലും തോന്നിക്കും. ആവശ്യത്തിന് വെള്ളം കുടിക്കാനില്ലാത്തതിനാൽ ഞാൻ വൃക്കരോഗങ്ങൾക്ക് അടിമയാണ്. ഇനി എനിക്ക് അധികകാലം ആയുസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ സമൂഹത്തിലെ വളരെ പ്രായം ചെന്ന ഒരാളായി ഞാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുന്നു. അന്നെനിക്ക് 5 വയസ്സ് പ്രായം. അന്ന് എല്ലാം ഇതിൽ നിന്നും വിഭിന്നമായിരുന്നു. ചുറ്റിനും വൈവിധ്യമാർന്ന ചെടികൾ, മരങ്ങൾ, മനോഹരങ്ങളായ പൂന്തോട്ടങ്ങൾ. അന്നൊക്കെ എനിക്ക് അരമണിക്കൂറോളം കുളിക്കുന്നതിനും തടസ്സമുണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിലോ ശരീരത്തിലെ അഴുക്ക് കളയാൻ മിനറൽ ഓയിൽ ഉപയോഗിച്ച് തോർത്തിക്കളയേണ്ടി വരുന്നു. അന്നൊക്കെ സ്ത്രീകൾക്ക് നീളമുള്ള തലമുടിയുണ്ടായിരുന്നു. ഇന്ന് വെള്ളമില്ലാത്തതിനാൽ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാൻ കഴിയാത്തതിനാൽ തല മൊട്ടയടിക്കേണ്ടി വരുന്നു. അന്നൊക്കെ വീട്ടിലെ ഹോസ് പൈപ്പ് കൊണ്ട് അച്ഛൻ കാറ് കഴുകുമായിരുന്നു. ഇപ്പോ ഞാൻ എന്റെ മകനോട് ഇത് പറഞ്ഞാൽ അവൻ അത്ഭുതം കൂറും. ഇങ്ങനെ വെള്ളം പാഴാക്കി കളഞ്ഞിരുന്നു എന്നോർത്ത്. ഞാൻ ഓർക്കുന്നു, അന്ന് ജലം സംരക്ഷിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകുന്ന പോസ്റ്ററുകൾ പലയിടങ്ങളിലും പതിച്ചിട്ടുണ്ടായിരുന്നു. റേഡിയോയിലും ടിവിയിലും ആവർത്തിച്ച് ഈ മുന്നറിയിപ്പുകൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ ഇതൊന്നും കാര്യമായി ഗൗനിച്ചില്ല. കാരണം വെള്ളം ഒരിക്കലും ഇല്ലാതാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. 2070 എഴുതുന്ന രീതിയിലുള്ള ഈ കത്തിന്റെ ഉള്ളടക്കം ഇനിയുമുണ്ട്. ഈ പ്രസന്റേഷൻ പൂർണ്ണമായി വായിക്കാൻ ഇതിന്റെ ലിങ്ക് ഹിറ്റ് എഫ്എമ്മിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. കാരണം ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുകൾ അത്യാവശ്യമായതുകൊണ്ട്. ഈ പ്രസന്റേഷനെക്കുറിച്ച് ഇന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ത്യയിൽ നദീ സംയോജന പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളും വരൾച്ചയുടെ പിടിയിലാണെന്നും പലയിടങ്ങളിലും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത സാഹചര്യമാണെന്നും ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. അതേസമയം തന്നെ മറ്റു പല പ്രദേശങ്ങളിലും നദികൾ ഒഴുകുന്നു, ജലം ആവശ്യത്തിലധികം ഉണ്ടെന്നും ഇത് വഴിതിരിച്ചുവിട്ടാൽ എല്ലാവർക്കും വെള്ളം ലഭ്യമാകുമെന്നും ഹർജിക്കാരൻ പറയുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ ഈ വിധിയുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് NDA സർക്കാരിന്റെ കാലത്താണ് ഇത്തരമൊരു ആലോചനയുണ്ടായത്. എന്നാൽ പാരിസ്ഥിതിക സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധിയാണിത് എന്ന് ഇതിനകം വിമർശനം ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞു. അതേക്കുറിച്ച് മറ്റൊരവസരത്തിൽ വിശദമാക്കേണ്ടതുണ്ട്. ജലം എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രം ആവർത്തിച്ച് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. ജീവൻ തന്നെയാണ് ജലം. അതല്ലെങ്കിൽ ജലമില്ലാതെ ജീവനില്ല എന്ന്.